നമസ്കാരം. കേരളത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ നീക്കത്തിൽ പൊളിച്ചടുക്കിയത് ഒരു വലിയൊരു സ്ഫോടക പദ്ധതിയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വായിക്കേണ്ടിയിരുന്ന വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ജില്ലയിൽ വൻ സ്ഫോടനം നടന്നു, ഒരുപാട് മരണം അല്ലെങ്കിൽ പരിക്കേറ്റു എന്ന വാർത്തയായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ചടുലമായ നീക്കത്തിൽ പൊളിച്ചടുക്കി. കൂടാതെ കേരള പോലീസിന്റെ ഒരു ടീമും ഉണ്ടായിരുന്നു. അതായത് തമിഴ്നാട് അതിർത്തി കടന്ന് തണ്ണിമത്തൻ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്ഫോടക ശേഖരമാണ് കേരള പോലീസിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പൊളിച്ചടുക്കിയത്. അതിനെ തിരുനാവായയിലേക്ക് കൊണ്ടുപോകാനായിരുന്നോ ഒരു നീക്കമെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട്. കാരണം ഈ പദ്ധതി ആസൂത്രണം ചെയ്തവർക്ക് ഈ തിരുനാവായയിൽ കുംഭമേള നടക്കുന്ന സമയം അല്ലെങ്കിൽ ആ തീയതിയിൽ ചെറിയ തോതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായോ എന്നടക്കമുള്ള ഒരു സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വലിയൊരു ചർച്ചയാണ് നടക്കുന്നത്. നിലവിൽ പാലക്കാട് പോലീസ് പിടികൂടിയതിൽ അതീവ ജാഗ്രതയോടെയാണ് അന്വേഷണം നടക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയ പിക്കപ്പ് വാനിൽ തണ്ണിമത്തങ്ങ ചാക്കുകൾക്കടിയിൽ അതീവ രഹസ്യമായാണ് 18,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 4,000 ഡിക്റ്റനേറ്ററുകളും ഒളിപ്പിച്ചിരുന്നത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ സെന്തിൽകുമാറിനെ പാലക്കാട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. IBയും NIAയും അടക്കം ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി 8:30 മെഡിക്കൽ കോളേജിന് സമീപം പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം അതിസാഹസികമായി പിന്തുടർന്നാണ് പോലീസ് സംഘം വലയിലാക്കിയത്. ടാർപോയ ഉപയോഗിച്ച് മൂടിയ വാഹനത്തിനുള്ളിൽ മുകളിൽ തണ്ണിമത്തങ്ങ ചാക്കുകൾ നിരത്തി അതിന് താഴെ 90 പെട്ടികളിലായാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ പോലീസ് അതീവ ജാഗ്രതയിലായി. സ്പോട്ടിൽ തന്നെ NIAയും അതോടൊപ്പം തന്നെ മിലിറ്ററി ഇന്റലിജൻസിനെയും അടക്കമുള്ളവരെയും അറിയിച്ചു. പാറമണകൾ ഉപയോഗിക്കുന്നവയാണ് പ്രാഥമിക നിഗമനമെങ്കിലും രേഖകളില്ലാതെ കടത്തിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളും സംഭവം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ലെന്നും വാഹനം നിശ്ചിത സ്ഥലത്ത് എത്തിച്ച ശേഷം മറ്റൊരാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതി എന്നുമാണ് ഡ്രൈവറുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡ്രൈവർമാർ തമ്മിൽ പരസ്പരം അറിയാത്ത കണ്ണികൾ മാത്രമാണ് എന്നാണ് മൊഴിക്ക് പിന്നിൽ. ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു ശൃംഖല തന്നെ ഉണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും സംഭവത്തിൽ പരിശോധന ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് അഗ്നിരക്ഷാ സേനയുടെ സാന്നിധ്യത്തിലാണ് പോലീസ് സ്ഫോടക വസ്തുക്കൾ അടക്കം പരിശോധിച്ചത്. കൂടാതെ IBയിലെ ഉദ്യോഗസ്ഥരും ഇന്നലെ പാലക്കാട് എത്തിയിരുന്നു. വേടാച്ച ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കും. പാറമടകളിലെ സ്ഫോടനത്തിനായാണ് ഇവ കൊണ്ടുവന്നതെന്നാണ് ഡ്രൈവർ മൊഴി നൽകിയതെങ്കിലും പോലീസ് ഇത് കൂടുതലായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വലിയ ശേഖരം അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടെ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ ഏജൻസികൾ. സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നറിയാൻ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ അനൗദ്യോഗികമായി തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലെ ക്വാറികളിലേക്കാണ് ഇവ കൊണ്ടുപോയത് എന്നാണ് പ്രാഥമികമായ വിവരം. എന്നാൽ ശരിയായ രേഖകളില്ലാതെ രഹസ്യമായി കടത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന സംശയം ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തും. അതിൽ നടത്തിയാൽ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക്, ഒരു അന്തിമമായ വിധിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പാലക്കാട് നഗരമധ്യത്തിൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എത്തിയത് പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയതോടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട് ധാരാപുരം തുപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തണ്ണിമത്തൻ ചാക്കുകൾക്കിടയിലാണ് അനധികൃത വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചത്. ഇൻസ്പെക്ടർ ബിപിൻ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് ഇത് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഈ ഒരു വലിയ ചാക്കുകെട്ടുകൾ പിടികൂടിയത്. കൂടാതെ ഇന്ന് ബാലൻസ്റ്റിക് റിപ്പോർട്ടുകളും ഫോറൻസിക് റിപ്പോർട്ടുകളും കിട്ടിയതിന് ശേഷം കൊച്ചിയിലുള്ള NIA സംഘം ഇതിലൊരു തീരുമാനമെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. മുകളിലുണ്ടായിരുന്ന തണ്ണിമത്തൻ ചാക്കുകൾ പുറത്തേക്ക് മാറ്റിയതോടുകൂടിയാണ് പെട്ടികളിലായി ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഇത് മറ്റൊരു ടാർപ്പായ കൊണ്ട് മൂടിയിരുന്നു. അതായത് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് സ്ഫോടക വസ്തുക്കൾ കടത്തുക എന്നതായിരുന്നു. തണ്ണിമത്തങ്ങ ഇതിനൊരു മറയാക്കി എന്നതാണ് യാഥാർത്ഥ്യം.
2 മണിക്കൂറോളം എടുത്താണ് പെട്ടികൾ പിക്കപ്പ് വാനിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തണ്ണിമത്തങ്ങ വെറും ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ്. ആരെങ്കിലും കണ്ടാൽ തണ്ണിമത്തങ്ങ കടത്തുന്നു എന്നതാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നു. പക്ഷെ അതിന്റെ ഇടയിലാണ് സ്ഫോടക വസ്തുക്കളടക്കം ജലാസ്റ്റിക് സ്റ്റിക്കുകളടക്കം ഉപയോഗിച്ച് കടത്തിയത്. ഇനി പാലക്കാട് ഒരു ഭീകരാക്രമണം നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു, അതോ തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും VIP-കൾ കേരളത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കമാണോ ഇതിന് പിന്നിലെന്നാണ് ഇനിയിപ്പോൾ NIA യും IB അടക്കം ഉദ്ദേശിക്കുന്നത്.